വെൽക്കം ടു സിംപ്ലി വ്ലോഗ്സ് ബൈ ആതിര. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജുബൈൽ മാംഗ്രോവ്സ് പാർക്കിലാണ്. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഒരുപാട് റഷ് ഇല്ലെന്ന് തോന്നുന്നു, ഒരുപാട് വണ്ടികളൊന്നും കണ്ടില്ല. അങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് പതിയെ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇതാണ് കയറി പോകാനുള്ള എൻട്രൻസ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഫീ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഞാൻ എന്തായാലും അകത്ത് കയറി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ നമുക്ക് ഓൺലൈൻ വഴി വേണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടൈം റിസർവ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ചെന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. Or if you want to go a bit further, just stay left and that'll take you around the outside, and this is 2 kilometers all the way around. Okay, fine. All right. So there is indications there, right? There is, yes, coloured signs. Colour signs. Yeah. Okay, thank you so much. No problem. അങ്ങനെതാ ഞങ്ങള് ജുബൈൽ മാംഗ്രോവ്സ് പാർക്കില് എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ എത്രയാണ് ഏട്ടാ? 15 dirhams ആണ്. അഡൽസിന് കിഡ്സിനൊക്കെ ഫ്രീ ആണ്. 15 പറഞ്ഞാൽ 15. ഓക്കെ, കണ്ടോ എന്ത് ഭംഗിയാ നോക്കല്ലേ. വാട്ടർ നോക്ക, എന്ത് ക്ലിയർ വാട്ടറാന്നറിയോ കിടക്കുന്നത്. ക്ലിയർ വാട്ടർ അല്ലേ ഏട്ടാ? സൂപ്പർ. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം ഇവിടുന്ന്. കിടുക്കാച്ചി ലൊക്കേഷൻ എന്തായാലും. നിങ്ങൾ കണ്ടോ ബാക്കിൽ നോക്കല്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ. എനിക്ക് ഇവിടുത്തെ വാട്ടർ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരുപാട് ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് മാസ്ക് ഒക്കെ ഒന്ന് താത്തിയത് കേട്ടോ. ഇത് കണ്ട സൂപ്പർ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ ക്ലിയർ വാട്ടറാണ്. ഇതൊരു 2 kilometer വരും അല്ലേ ഏട്ടാ ഈ വാക്ക് വേ. നല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള കാരണം നമുക്ക് സുഖമാണ്. ഈ വെയിലുണ്ടെങ്കിലും നമ്മൾ അറിയില്ല, വെയിലിന്റെ ചൂട് അറിയില്ല. അത്ര ഭംഗിയിലാണ്. ഓ, എനിക്ക് ആ വെള്ളം കണ്ടിട്ട് ഇങ്ങ് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. അത്ര ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. എന്റെ നീച്ചുകുട്ടി ഓടിപ്പോണുണ്ടോ? ആമയ്ക്ക് വെള്ളം കണ്ടിട്ട് എങ്ങനെയെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ മതി, ആ ഒരു രീതിയിലാണ് പോക്ക്. ചമ്പു കണ്ണു പറഞ്ഞ് നടക്കാണ് ആള്. വെയിലുള്ളവരെ പിന്നെ ഞാൻ അങ്ങനെ പൊക്കി വെച്ചിട്ടില്ല, അവന്റെ മുഖത്തേക്ക് വെയിലടിക്കില്ലേ, അത് കാരണം. കണ്ടോ എന്ത് രസമാണ് കാണാന്നറിയാമോ നടക്കാനുള്ള വാക്ക് വേ. ഇതൊരു വുഡിന്റെ ആണല്ലേ ഏട്ടാ വാക്ക് വേ വെച്ചേക്കുന്നത്. വുഡാണ്, വുഡ്. നമ്മുടെ മരത്തിന്റെ വാക്ക് വേ ആണ്. സൈഡില് കയറ് കൊണ്ട് കെട്ടി വെച്ചാണോ അല്ലെ, ഗ്രില്ല് പോലെ. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അയ്യോ എന്ത് രസം നോക്കാം. ട്രീ ആ വെള്ളത്തിന്റെ അകത്ത് നിൽക്കണോ, എന്ത് രസമല്ലേ കാണാൻ. നല്ല ക്ലിയർ വാട്ടറാണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ നോക്കുക. കണ്ടോ അതിൻ്റെ അകത്ത് എന്തൊക്കെയാന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്ര ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വെതറും ആയതുകൊണ്ട് നമുക്കങ്ങനെ ചൂട് ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. നോക്ക്, അറിയിക്കാൻ പറ്റത്തില്ല, അത്ര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അബുദാബിയിലുള്ള ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് അബുദാബി ജുബൈൽ മാംഗ്രോവ്സ് പാർക്കാണ്. എൻട്രൻസ് ഫീ 15 dirhams ആണ്. കുട്ടികൾക്ക് ഫ്രീ ആണ്. കണ്ടോ എന്നെ നീച്ചുകുട്ടി ഒറ്റയ്ക്ക് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് പോണ പോക്കാണത്. ഫസ്റ്റ് നടന്നു വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിന്റ്, റെസ്റ്റിംഗ് ഏരിയ എന്നൊക്കെ പറയാം. നല്ല രസമാണ് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ. നമുക്ക് കുറച്ചു നേരം നടന്ന് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ. കണ്ടോ ആമി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നീച്ചും പോയി അടുത്തിരുന്നു. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. അതാണ് കാണിച്ചു തരണ്ടേ ഈ തമ്പുക്കുട്ടൻ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. കണ്ടോ ശമുക്കുട്ടൻ എല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. ഇതിൻ്റെ അകത്ത് ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു ഫിഷുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോന്നല്ല, ഇതിൻ്റെ അകത്ത് ഫിഷൊക്കെ ഓടി നടക്കുന്നുണ്ട്.
നോക്ക്, ആമിക്ക് അതിൽ കയറണമെന്നും പറഞ്ഞു ഇതാ കയറണം. ഭയങ്കരമായിട്ട് നെറ്റ് പോലെ കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ സേഫാണ്, നമുക്ക് പേടിക്കൊന്നും വേണ്ട. പക്ഷെ നീച്ചിക്കുട്ടിന് പേടിയാണ് അതിൽ കയറാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് നടക്കാം. കഴിഞ്ഞിട്ടില്ല, 2 കിലോമീറ്ററിന് മേലെയുണ്ട്. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മളിതാ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വ്യൂ പോയിന്റ്, റെസ്റ്റ് ഏരിയ പോലെ ഒരു ഏരിയ ആണത്. കണ്ടോ, ഇവിടെ കുറച്ചുകൂടെ ഡ്രൈ, അത്ര വാട്ടർ ഇല്ലെന്ന് തോന്നുന്നു ഈ ഒരു സൈഡിൽ. കണ്ടോ, സൈഡിൽ അത്ര വാട്ടർ കാണുന്നില്ല. ഇതേപോലെ ഇങ്ങനെ നടന്നു വരുമ്പം വേറെ ഇതുപോലെ ഓരോ കുറച്ച് പോയിന്റ് എത്തുമ്പം അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ ഏരിയ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് കണ്ടോ ഇങ്ങനെ വാക്ക് വേ ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോകേണ്ട വഴി കറക്റ്റായിട്ട് അവർ ഡയറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം പോലെ തോന്നുന്നുണ്ട് കണ്ടു കഴിയുമ്പോൾ. അത്ര ഭംഗിയുണ്ട്. കണ്ടോ, ആമിയാണി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഓട്ടമാണ്. ഒക്കെ എങ്ങനെയും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാനും എൻ്റെ ശംഭു ഇവിടെ ഇരുന്ന് കളിക്കുക. ശംഭു അപ്പൊ നമുക്ക് ഏട്ടൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഏരിയനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം. ഏട്ടൻ പറയൂ, ഏട്ടന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം? ഓടാതെ ഇവിടെ നിന്ന് പറ, എങ്ങനെയുണ്ട്? നല്ല സ്ഥലം. ശരി, കുറച്ച് കാവ്യാത്മകമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. നല്ല സ്ഥലം കേട്ടല്ലോ. ഏട്ടന്റെ വയറ് വിശന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാവ്യാത്മകമായിട്ടൊന്നും പുറത്തേക്ക് വരണില്ലെന്ന് ഏട്ടൻ പറയുമ്പോ. ഏട്ടന്റെ വയറ്റിലേക്ക് എന്തെങ്കിലും പോയാലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ പുറത്തേക്ക് വരുള്ളൂന്ന്. നട്ടുച്ചയ്ക്ക് വിളിച്ചോണ്ട് വന്നതിന്റെ പരിഭവമാണ് ഈ പറയുന്നത്, വേറെ ഒന്നും വിചാരിക്കണ്ട. കണ്ട ബാക്ക് ഏരിയ ഒക്കെ നോക്ക ഏട്ടാ, നോക്കണേ ബാക്ക് ഏരിയ ഒക്കെ കണ്ടോ. ഇങ്ങനെ കാണിച്ചു തരാം. എനിക്ക് മേപ്പോട്ട് നോക്കാൻ പറ്റണില്ല, സൂര്യൻ കറക്റ്റ് മേലെ വന്ന് നിൽക്കണ തന്നെ മേപ്പോട്ട് നോക്കാൻ പറ്റണില്ല. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായ സ്ഥലം? അബുദാബിയിലുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണേ. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ക്ലൈമറ്റിൽ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസ്റ്റ് ഏരിയ പോലെയുണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഡയറക്ഷനും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുന്ന ഓരോ ഏരിയയിലും ഡയറക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ദ വാക്ക് വേ ഡയറക്ഷൻ, വ്യൂ പോയിന്റ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അതുകൊണ്ട് നമുക്ക് തെറ്റൊന്നുമില്ല വഴി. നല്ല വുഡൻ ബ്രിഡ്ജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്. ഞാൻ നടക്കുന്നില്ലേ, അപ്പൊ പിന്നെ സ്ട്രോങ് ആയി ഇല്ലാതിരിക്കും അല്ലേ? ഇത്രയും വെയിറ്റുള്ള ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ഫുൾ എന്താ ഹരിതാപമാണ് അല്ലേ ഏട്ടാ? ഹരിതാപവും പച്ചപ്പും അങ്ങനെയല്ലേ പറയണത്? ഹരിതാപവും പച്ചപ്പുമാണ് മൊത്തം. എപ്പോഴും എന്റെ മുഖം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണും അബുദാബിയിലെ. ജുബാൽ മാംഗ്രോവ്സ് നിങ്ങൾ കണ്ടോ? അവിടെ ഒരു പക്ഷി നിൽക്കുന്ന കണ്ടോ? അതിന്റെ പേരെന്തൊന്നും എനിക്കറിയത്തില്ല. കണ്ടോ? അയ്യോ, അതെന്നെ കണ്ടപ്പോ ഓടിപ്പോയി. എന്തോ ഒച്ചയൊക്കെ വെച്ചിട്ട് ഓടിപ്പോയി. കണ്ടോ, ഇതൊരു വ്യൂ പോയിന്റ് ആണ്, അങ്ങ് ഹൈറ്റിൽ വെച്ചിട്ടുള്ളത്. ലെറ്റ്സ് സീ, കയറാൻ പറ്റുമെന്ന് അറിയില്ല, കയറാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ നമ്മള് ഈ സ്റ്റെയർ കയറി പോവാണ്. ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് കയറാനും ഇങ്ങോട്ട് കയറാനുള്ളതിൻ്റെയൊക്കെ ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് മേലെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. നല്ല രസമുണ്ട് മേലെ നിന്ന് കാണാനായിട്ട്. ഈച്ച എന്നെ ശല്യം ചെയ്യുന്നു കണ്ട. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങ് ദൂരെ ഉണ്ട് കണ്ടോ, റോഡൊക്കെ കാണാൻ പറ്റും സൂം ചെയ്ത് കഴിയുമ്പോൾ. ബാക്ക് സൈഡ് നോക്ക്, കുറച്ച് വാക്ക് വേയും അത് മാത്രമേ ഉള്ളൂ. കേൾക്കാൻ പറ്റുമെന്ന് അറിയാം, നല്ല കാറ്റടിക്കുന്നുണ്ട്.
നല്ല രസമുണ്ട് കാണാൻ. ഇനി ഞാൻ താഴത്തേക്ക് ഇറങ്ങട്ടെ. കണ്ടോ ഈ വൈറ്റ് കളറിൽ കാണുന്നില്ലേ ചെടികളിലൊക്കെ പിടിച്ചിരിക്കുന്നത്? അതെല്ലാം സോൾട്ടാണ്. കണ്ടോ വൈറ്റ് കളറിൽ കാണുന്നുണ്ടോ? ചെടികളിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതെല്ലാം സോൾട്ടാണ്. ഇവിടെ നിറച്ച് സോൾട്ടുണ്ട്. എല്ലാ ചെടികളിലും വൈറ്റ് കളറിൽ ഇരിക്കണുണ്ടോ? അതെല്ലാം സോൾട്ടാണ്. അങ്ങനെ നമ്മൾ ഇപ്പം നടന്ന് നമ്മുടെ കാർ പാർക്കിലേക്ക് എത്താറായി. ഇങ്ങനെ ഫുൾ എല്ലായിടത്തും നമുക്ക് ഡയറക്ഷൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ ഡയറക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നടന്ന് പോയാൽ മതി. എക്സിറ്റിലേക്ക് പോകണമെങ്കിൽ എക്സിറ്റ്, വ്യൂ പോയിന്റ് വേണമെങ്കിൽ വ്യൂ പോയിന്റ്, അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നടന്നാൽ മതി. കണ്ടോ ഇലകളിലൊക്കെ ഇരിക്കുന്നുണ്ടോ? സോൾട്ടാണത്. സോൾട്ട് പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇലകളിലൊക്കെ. ഒരു ഹാഫ് ആൻ അവർ എടുക്കുമായിരിക്കും അല്ലേ ഏട്ടാ? ഹാഫ് ആൻ അവർ അല്ല, ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും കേട്ടോ. നമ്മളിത് ഫുള്ള് കവർ ചെയ്ത് എല്ലായിടത്തും നടന്ന് ഫോട്ടോ എല്ലാം എടുത്തൊക്കെ വരുമ്പോഴേക്കും അത്രയും ടൈമൊക്കെ ആവും. കണ്ടോ ഇവിടെയുള്ള മരങ്ങളിലൊന്നും ഇലകൾ കാണുന്നില്ല. നമ്മളങ്ങനെ നമ്മുടെ കാർ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. ശംഭു കരഞ്ഞായിരുന്നു. ശംഭുവിനെ ഏട്ടൻ എടുത്ത് തോളിലിട്ടേക്കുക. പകരം ഇരിക്കുന്ന ആൾ കണ്ട നീച്ചുമാണ് ഇപ്പം അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അത്ര ക്ലീനാണ്. ഒരു പേപ്പറിൻ്റെ കഷ്ണം പോലും നമ്മളിവിടെ ഇതുവരെ കണ്ടില്ല. അത്ര ക്ലീനായിട്ടാണ് അവരെല്ലാം ഇട്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ പോലും ഒരു കച്ചറയില്ല. മീൻസ് ഒരു വേസ്റ്റിൻ്റെ ഒരു കടലാസ് തുണ്ട് പോലും ഇല്ല. ഒരു സൂത്രം കാണിച്ചു തരാവേ. കണ്ടോ സോൾട്ട് കിടക്കുന്ന കണ്ടോ? സോൾട്ടാണ് ആ വൈറ്റ് കളറിലെല്ലാം പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എക്സിറ്റിലേക്ക് എത്താറായപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു പെട്ടെന്ന്. അപ്പോൾ അതാ നിങ്ങളും കൂടെ അത് കാണിച്ചു തരാം. കണ്ടോ വൈറ്റ് കളറിൽ ഈ വേലൊക്കെ വൈറ്റ് കളറായിട്ട് കിടക്കുന്ന സോൾട്ടിൻ്റെ കണ്ടൻസാണ് ഫുള്ള്. ഇങ്ങോട്ട് ഇതാ കണ്ടോ എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ വെള്ളം കുറഞ്ഞാണ് കിടക്കുന്നത്. കണ്ടോ വെള്ളം കുറഞ്ഞ് നമുക്ക് ആ ഒരു സോൾട്ടിൻ്റെ ഇത് വൈറ്റ് കളറിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് കിടക്കുന്നത് നമ്മൾ എൻഡിലേക്ക് എത്തുമ്പോൾ. അങ്ങനെ നമ്മളിനി കാറിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ജുബൈൽ മാംഗ്രൂവ്സ് പാർക്ക് അബുദാബിയിൽ നിന്ന് സാദിയത്ത് ഐലൻഡിലേക്ക് വരുന്ന വഴിയാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അങ്ങനെ എടുത്തു വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് 15 ദിർഹംസാണ്, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ കാറൊക്കെ എടുത്തിട്ട് പതിയെ ജുബൈൽ മാംഗ്രൂവ്സ് പാർക്കിനോട് ബൈ പറഞ്ഞ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ചെറിയൊരു കടലിൻ്റെ തീരത്തുള്ള ഭാഗങ്ങളിൽ കുറച്ച് വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. നേരെ ഏതെങ്കിലും ഒരു മാളിലേക്ക് പോവുക, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ ഒരു മാളിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അന്ന് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ മാംഗ്രൂവ്സിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് കുട്ടികളുടെ മീലാണ്. എന്തെന്നാ നഗ്ഗറ്റ്സും ഫ്രൈസും. ഇത് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് ഒരു സാൻഡ്വിച്ച് റാപ്പാണ് ഓർഡർ ചെയ്തത്. നമ്മൾ പോപ്പീസിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഏട്ടൻ എന്താ ഓർഡർ ചെയ്യുന്ന ഇതെന്ന് അറിയത്തില്ല. ഏട്ടൻ ഓർഡർ ചെയ്യാൻ പോയേക്കാണ് ഏട്ടനുള്ള ഫുഡ്. ഞങ്ങളിതാ കുട്ടികളിതാ കഴിച്ചു തുടങ്ങി. നീച്ചു കഴിച്ചു തുടങ്ങി, ആമി കഴിച്ചു തുടങ്ങി. ഇനി ഇരിക്കണം. ഇനിയിപ്പോൾ എന്നെ ഓപ്പൺ ചെയ്ത് കഴിക്കണം. അപ്പോൾ ഏട്ടൻ്റെ ഫുഡായിട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഏട്ടൻ്റെ ഫുഡ്. എന്താണ് ഏട്ടൻ മേടിച്ചത്? പ്ലേറ്റ് ഷവർമ. അറബിക് പ്ലേറ്റ് ഷവർമയാണ് ഏട്ടൻ മേടിച്ചത്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? യമ്മി? ഞാൻ ഇതുവരെ കഴിച്ചില്ല. ഇന്ന് കഴിക്കാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പോപ്പീസിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് റാപ്പ് കോംബോയാണ് എടുത്തത്. സ്പൈസി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കഴിച്ചു നോക്കി. നല്ല ജ്യൂസി ആയിരുന്നു. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലൊരു ജ്യൂസിനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്പൈസി ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കണ്ണടയ്ക്കാൻ കാരണം അതിൻ്റെ ആ റാപ്പിൻ്റെ ഒരു സാധനം തൊണ്ടയിലൊന്ന് ഒട്ടിപ്പിടിച്ചിരുന്നു. അതാണ് ഞാൻ ഒന്ന് കണ്ണടച്ചു പോയത്. വേറെ പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് വൈസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ജ്യൂസിനെസ് ആയിരുന്നു. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെജിറ്റബിൾസും എല്ലാം വെച്ചിട്ടാണ് അവർ ആ റാപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിന് എത്രയാ 14-15 ദിർഹംസ്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, വീട്ടിലേക്ക് നേരെ പോവാം. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം
എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ